കേരയിൽ പദ്ധതിക്കെതിരെ തടസ്സവാദവുമായി ദക്ഷിണ റെയിൽവേ. പദ്ധതി ഭാവിയിലെ റെയിൽവേ വികസനത്തിന് തടസ്സം സൃഷ്ടിക്കും. അലൈൻമെന്റ് നിശ്ചയിച്ചത് റെയിൽവേയുമായി ആലോചിക്കാതെയെന്നും ദക്ഷിണ റെയിൽവേ കേന്ദ്ര റെയിൽ ബോർഡിനെ അറിയിച്ചു. സിൽവർ ലൈൻ പദ്ധതിക്കെതിരായി ഭൂമി വിട്ടു നൽകുന്നത് റെയിൽവേയുടെ വരുംകാല വികസനത്തിന് തടസ്സമാകും, വേഗതയെ ബാധിക്കും, റെയിൽവേക്കും വൻ സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കും തുടങ്ങി നിരവധി തടസ്സവാദങ്ങളാണ് പദ്ധതിക്കെതിരെ റെയിൽവേ ഉന്നയിക്കുന്നത്. സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് ദക്ഷിണ റെയിൽവേ പഠനം നടത്തി കേന്ദ്ര റെയിൽവേ ബോർഡിന് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് പദ്ധതി പ്രായോഗികമല്ലെന്ന വിലയിരുത്തലുണ്ടായിരിക്കുന്നത്. പദ്ധതിയുടെ ചിലവ് വൻ സാമ്പത്തിക ബാധ്യത വരുത്തി തീർക്കുമെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇതുകൂടാതെയും നിരവധി തടസ്സവാദങ്ങളും പദ്ധതിക്കെതിരെ ദക്ഷിണ റെയിൽവേ ഉയർത്തുന്നുണ്ട്. സിൽവർ ലൈനിന്റെ അലൈൻമെന്റ് നിർമ്മാണ വേളയിൽ റെയിൽവേയുമായി കൂടിയാലോചന നടത്തിയില്ലെന്നും സ്റ്റാൻഡേർഡ് ഗേജിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന സിൽവർ ലൈൻ മറ്റ് റെയിൽവേ ശൃംഖലകളുമായി കൂട്ടിയോജിപ്പിക്കുവാൻ സാധിക്കില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കോഴിക്കോടും കണ്ണൂരും സിൽവർ ലൈനായി നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്തിനെതിരെയും റെയിൽവേ രംഗത്ത് വന്നിട്ടുണ്ട്. ഇത് മറ്റ് പദ്ധതികൾക്കായി നീക്കിവെച്ച സ്ഥലമാണെന്നും റെയിൽവേയുടെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. പിണറായി സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ സിൽവർ ലൈൻ നടപ്പിലാക്കുമെന്ന് ആവർത്തിച്ച് പറയുന്നതിനിടയിലാണ് പദ്ധതിക്കെതിരെ ദക്ഷിണ റെയിൽവേ രംഗത്ത് വന്നതെന്നും ശ്രദ്ധേയമാണ്. ജനം, തിരുവനന്തപുരം.